ആമസോണിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ ഒരു പിടിയില്ലേ. ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നവംബർ 24 മുതൽ. ഞാൻ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിനെക്കാളും ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ആമസോൺ എന്നായിരിക്കും നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. എന്നാൽ ഇതുവരെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹിൻറ്റ് പോലും ഹോം പേജിൽ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞ സാധനം പോലും ആമസോണിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ആമസോൺ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്, അത് ആമസോണിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. എവിടെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞിരുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ രണ്ട് പ്രോഡക്റ്റുകൾ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തരാവേ. ഒന്ന് മാക്സേഫ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഐഫോൺസിലൊക്കെ ഇതുപോലെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലെതർ വാലറ്റ് ആണ്. സ്കൈവിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. വളരെ ഡ്യൂറബിൾ ആൻഡ് പ്രീമിയം ബിൽഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ലോങ് ലാസ്റ്റിംഗ് ആവുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈൻ ആണ്. സോ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാർഡ്സ് ഒക്കെ ഇതിനകത്ത് വെച്ചാൽ പോലും ഭയങ്കര ഒരു ഹെവിനെസ് ആക്ച്വലി ഒരു ഫോൺ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യത്തില്ല. സോ വലിയ വാൾട്ട് ഒന്നും വെച്ച് നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉറപ്പായിട്ടും എന്താ പറയുക മേടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്കൈവിക്കിന്റെ ലെതർ വാലറ്റ്. കൂടാതെ ഇത് വാലറ്റ് ആയിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു മൊബൈൽ ഹോൾഡർ ആയിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വെർട്ടിക്കലി ആണെങ്കിലും ഹൊറിസോണ്ടലി ആണെങ്കിലും ഇപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നെങ്കിൽ ഇനി അല്ല വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഒരു സാധനം വളരെ യൂസ്ഫുൾ ആണ്. സോ ബൾക്കി വാലറ്റ്സ് കയ്യിൽ വെച്ച് നടക്കാൻ താല്പര്യമില്ലാത്ത, കാർഡ് പോക്കറ്റ് ഇട്ടാൽ കളഞ്ഞു പോകുമെന്ന് മേടിക്കുന്ന കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും ഒരേപോലെ സ്യൂട്ട് ആവുന്ന സിഗ്നിപോഡ് ട്രൈപോഡ്. ഇത് ആക്ച്വലി ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. 1.5 മീറ്റേഴ്സ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. സെൽഫി സ്റ്റിക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യാനും സാധിക്കുന്ന പോലത്തെ ഒരു റിമോട്ടും ഇതിൽ കാണാൻ സാധിക്കും. അടിപൊളി ഡ്യൂറബിൾ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ആവുന്നുള്ളതിലും വേറെ ഒരു സംശയമില്ല. നല്ല കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് സൈസ് ആണ്. സോ നിങ്ങളിപ്പോൾ വെളിയിലൊക്കെ പോയിട്ട് വ്ളോഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കാറിലൊക്കെ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാം. കൂടാതെ ഏരിയൽ ഷോട്ട്സ്, ചെറിയ ഡ്രോണിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് കിട്ടും. സ്മാർട്ട് ഫോണിലും ക്യാമറാസിലും ഇനി അല്ല ഗോപ്രോ, ഇൻസ്റ്റാ 360 ഏതിലും ആണെങ്കിലും ഇത് അങ്ങോട്ട് കോമ്പാറ്റബിൾ ആണ്. സോ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ട്രാവൽ വ്ളോഗറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സിഗ്നിപോഡ്. ഞാൻ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനലിലെ ട്രാവൽ വ്ളോഗുകളൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു സിഗ്നിപോഡ് യൂസ് ചെയ്തിട്ടാണ്. ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലൂടെ ഈ സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും പൊതുവെ നമുക്കിപ്പോൾ ഒരു ഓഫർ സെയിൽ വരുവാണെങ്കിൽ, ഇനി അല്ല ഓഫർ സെയിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും ഹോം പേജിൽ ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാവും അല്ലേ. ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അത് കാണും, കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പൊതുവെ ആമസോണിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ഓഫർ സെയിലാണ്. ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും Amazon.com ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്ക്, അതായത് Amazon.in നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം നമ്മുടെ ലാൻഡിംഗ് പേജിൽ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇനി അതല്ല ഭയങ്കര വലിയ രീതിക്ക് വല്ല ഓഫർ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ടുഡേസ് ഡീൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ടാബിനകത്തുണ്ട് എക്സൈറ്റിംഗ് ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് 29 നവംബർ മുതൽ 2 ഡിസംബർ വരെ. അതായത് നമ്മുടെ ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കാൻ പോകുന്നത് 29 മുതൽ ഡിസംബർ 2 വരെയാണ്. പക്ഷേ അവിടെയും നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റിന് എത്ര രൂപ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സംഭവം പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനും പറ്റത്തില്ല. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിനെക്കാളും ഏറ്റവും ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക ഈ ഒരു ആമസോണിന്റെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സുപ്രീം ഉണ്ടല്ലോ, 1199 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ കിട്ടും. എന്നാൽ ആ ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ 999 ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റിയൽമി ബഡ്സ് T110 1299 ആ ഒരു ഓഫർ സെയിൽ നോർമൽ സമയങ്ങളിൽ കാണുക. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1099 രൂപയ്ക്ക് ആ ഒരു T110 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും പല പ്രോഡക്റ്റുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഈവൻ ബോട്ട് നിർവാണ അയോൺ നോക്കുമ്പോഴത്തേക്ക് 1499 എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അങ്ങോട്ട് ലൈവ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ആ ഒരു സ്മാർട്ട് ഫോൺസിന്റെ റേറ്റുകൾ നോർമലി ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഫ്ലിപ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ചില പ്രോഡക്റ്റുകൾ, പ്രത്യേകിച്ച് iPhone 15, S23 ഒക്കെ തന്നെ ആ ഒരു ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ അല്ല, വിത്തൗട്ട് കാർഡ് ഓഫർ തന്നെ കുറച്ച് പൈസയെങ്കിലും വില കുറഞ്ഞിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഈ ഒരു ആമസോണിന്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടാവോ ഇല്ലെന്നൊക്കെ ഉള്ളത് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യും ഈ ഒരു സെയിൽ ലൈവ് ആയാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ആമസോൺ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന്റെ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഏതൊക്കെ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കൊക്കെ വന്നാൽ നമുക്ക് ലാഭത്തിന് മേടിക്കാം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ഈ
രണ്ട് പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ടിലൂടെ ഈ സാധനങ്ങൾ മേടിക്കാനും സാധിക്കുന്നതാണ്.